ഇന്നും യേശുവിനോട് കൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. നമ്മുടെയൊക്കെ പല പരാജയങ്ങളുടെയും പ്രധാന കാരണം മുൻഗണനാക്രമത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോകുന്നതാണ്. നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അന്നേരം വരുന്ന വശമനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണ് പതിവ്. അതല്ല, കാര്യങ്ങൾ ചുവയെ പഠിച്ച് മുൻഗണന ഏതിനാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിച്ച് അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും വലിയ പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിയും. തന്നെയുമല്ല, നമ്മുടെ ലക്ഷ്യം നമ്മൾ നല്ലോണം തിരിച്ചറിയണം. അങ്ങനെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിട്ട് ലക്ഷ്യപ്രാപ്തിക്ക് അനുസരണമായിട്ട് വേണം നമ്മുടെ മുൻഗണനാക്രമങ്ങൾ ക്രമീകരിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ബോധ്യപ്പെടുകയും അതിലൂടെ നമുക്ക് പടിപടിയായി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയുകയും ചെയ്യും. തുടർചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കട്ടെ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം പ്രത്യേകിച്ച് ഒന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതായത്, മുൻഗണനാക്രമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാവുകയും അങ്ങനെ ഉയർച്ച പ്രാപിക്കാൻ കഴിയുകയും ചെയ്യും. ഏതു കാര്യത്തിനും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന പല ആളുകളുമുണ്ട്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന പല ആളുകളുമുണ്ട്. എന്നാൽ അവരിൽ പലരും ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അത് അവരുടെ മക്കളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ചില ആളുകളെങ്കിലും അതിൻ്റെ മുഴുവൻ ക്രമീകരണങ്ങളും കഴിഞ്ഞാണ് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി ചെന്നെത്തുന്നത്. പല വിവാഹവേദികളിലും നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ അക്ഷരമാല ക്രമത്തിൽ 7-ാം സ്ഥാനമാണ് ദൈവത്തിന് കൊടുക്കാറുള്ളത്. അതായത് A ഏജ്, B ബ്യൂട്ടി, C ക്യാരക്ടർ, D ഡൗറി, E എഡ്യൂക്കേഷൻ, F ഫാമിലി, അതിനുശേഷമാണ് G ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിൽ ചെന്നെത്തുന്നത് 7-ാമത്തെ പടിയിലാണ്. അത് ഒന്ന് മാറ്റിയിട്ട് 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് വ്യത്യാസമുണ്ടാകുന്നതെന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ദിവസം ഇതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുവല്ലോ, ശിഷ്യന്മാർ കർത്താവിനോട് കൂടെ നടക്കുമ്പോഴും അവരുടെ ആദ്യത്തെ മുൻഗണന ആഹാരത്തിനാണ്, വസ്ത്രത്തിനാണ്. അതുകൊണ്ട് കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങൾ ആഹാരത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും അല്ല വിചാരപ്പെടേണ്ടത്. പക്ഷിമൃഗാദികളുടെ ദൈവാശ്രയബോധവും ദൈവത്തിലുള്ള വിശ്വാസവും എത്രയെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് ആകാശത്തിലെ പറവകളെ നോക്കി നിങ്ങൾ ബുദ്ധി പഠിക്കണമെന്നാണ്. വിതയോ കൊയ്ത്തോ ധാന്യശേഖരണമോ ഒന്നും ഇല്ലാത്തപ്പോഴും അവയെ സ്വർഗസ്ഥനായ പിതാവ് പോറ്റുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ പറവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലേ? അങ്ങനെയെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഭാരപ്പെടുന്നത്? ദൈവം സകല കാര്യങ്ങളും തക്ക സമയത്ത് ഏറ്റവും നന്നായി ചെയ്യുമെന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. നമ്മുടെ ഉറപ്പ്, നാം പ്രാപിച്ച ഉറപ്പ്, അത് നമ്മൾ എങ്ങനെ നിലനിർത്തുന്നു എന്ന് നമ്മൾ തന്നെ പരിശോധിക്കണം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴോ ചില നല്ല പാട്ടുകൾ കേൾക്കുമ്പോഴോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്താറുണ്ട്. എന്നാൽ അതൊക്കെ ക്ഷണികമാണ്, ക്ഷണനേരത്തേക്കേ ഉള്ളൂ. പെട്ടെന്ന് ആ ഉറപ്പ് മാഞ്ഞു പോകും. അതായത് മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ. അതിന് നമ്മൾ സ്വയം ഒരു മാറ്റം ഉണ്ടാക്കിയേ മതിയാകൂ. അത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നൽകാൻ കഴിയുന്ന ഒരു ദൈവമല്ലേ നമ്മുടെ ദൈവം. അതുകൊണ്ട് വിചാരപ്പെടൽ ഒന്ന് കുറച്ചിട്ട് വിശ്വാസം വർദ്ധിക്കുവാനുള്ള വഴികൾ തേടുക. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് എല്ലാ കാര്യവും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടന്നോണമെന്ന് നിർബന്ധം പിടിക്കരുത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക, കാത്തിരിക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കാതിരിക്കില്ല. പറവകളെക്കാൾ നിങ്ങൾ വിശേഷ ഹൃദയമുള്ളവർ തന്നെ. നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ അങ്ങിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.